വാസുദേവായ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി ഞാൻ വീഡിയോകളൊന്നും പ്ലേ ചെയ്തിരുന്നില്ല. അത് സാങ്കേതികമായ പല കാരണങ്ങളാലാണ് വീഡിയോകൾ മുടങ്ങിയിരുന്നത്. ഇനി അപ്രകാരമുള്ളതായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതായിരിക്കില്ല. തുടർന്നും വീഡിയോകൾ പ്ലേ ചെയ്യുന്നതാണ്. ഏറ്റവും പവർഫുൾ നേതാവാണ് മോദിജി. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തെ പറ്റി ടീച്ചറോട് എങ്ങനെ വിലയിരുത്തും? മോദിജിയുടെ കർമ്മമണ്ഡലത്തെ കുറിച്ച് വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ നേതാവാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാരണം അദ്ദേഹത്തിന്റെ ജനന സമയം തന്നെയാണ്. അതായത് നമ്മൾക്ക് ഓരോ വ്യക്തികളും അത് ഉന്നതരായാലും ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരാണെങ്കിലും ശരി, ആ ജനനത്തിൽ ഒരു യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം കണ്ടിരിക്കും. അതിന് ഉത്തമമായ ഉദാഹരണമാണ് മോഡിജിയുടെ ജാതകം. 1950 സെപ്റ്റംബർ 17-ാം തീയതിയാണ് അദ്ദേഹം ഗുജറാത്തിലെ വന്ദ് നഗർ എന്ന സ്ഥലത്ത് ജനിച്ചിരിക്കുന്നത്. 11 മണിക്കാണ്, രാവിലെ 11 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജനനം. അനിഴം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അനിഴം നക്ഷത്രത്തിൽ ശുക്ലപക്ഷത്തിലെ ഷഷ്ടി ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ ആ ജനനത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. വൃശ്ചിക ലഗ്നമാണ് മോഡിജിക്ക് കിട്ടിയിരിക്കുന്നത്. ലഗ്നത്തിൽ തന്നെ ലഗ്നാധിപൻ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. ഭാഗ്യാധിപത്യം വഹിച്ചിട്ടുള്ളതായിരിക്കുന്ന ചന്ദ്രൻ യോഗം ചെയ്തിരിക്കുന്നു. മകരൻ രാശിയിൽ ഗുളികൻ സ്ഥിതി ചെയ്യുന്നു. കുംഭം രാശിയിൽ വ്യാഴൻ, മീനൻ രാശിയിൽ രാഹു, ചിങ്ങം രാശിയിൽ ശനിയും ശുക്രനും സ്ഥിതി ചെയ്യുന്നു. കന്യ രാശിയിൽ സൂര്യനും ബുധനും കേതുവും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ആ കർമ്മമണ്ഡലത്തിൽ വന്നിരിക്കുന്നതായ മാറ്റങ്ങളുടെ ഒരു, നമ്മൾ പറയില്ലേ, മൂർത്തിമത് ഭാവമാണ് അദ്ദേഹത്തിന്റെ ഒരു ജാതകം. അതായത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന, അത് പുരുഷനാണ് എപ്പോഴും ആ യോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെ മോഡിജി ഒരു പുരുഷനായതുകൊണ്ട് തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ രുചക യോഗം അദ്ദേഹത്തിന് സ്ഥിതി ചെയ്തിരിക്കുന്നു. ലഗ്നകേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ ചൊവ്വ വന്നു കഴിഞ്ഞാൽ വിജയോ നമുക്ക് സംഭവിക്കും എന്നിരിക്കെ, സ്വന്തം ക്ഷേത്രമായിരിക്കുന്ന വൃശ്ചികത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. അതിനോടുകൂടി ഭാഗ്യാധിപൻ, അപ്പൊ പൂർവജന്മത്തിൽ തന്നെ അദ്ദേഹം വലിയ ഒരു മഹാനായിരുന്നു എന്നുകൂടി നാം അനുമാനിക്കേണ്ടതാണ്. ലഗ്നാധിപത്യവും ഭാഗ്യാധിപത്യവും വഹിച്ചിട്ടുള്ളതായിരിക്കുന്ന ചന്ദ്രനും ചൊവ്വയും ഏത് രാശിയിൽ യോഗം ചെയ്താലും അവിടെ ഒരു പ്രധാന യോഗമുണ്ട് എന്നിരിക്കെ, രുചക യോഗത്തിൽ ജനിച്ചാൽ ഇനി എന്താണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അത് കൂടാതെ തന്നെ 2-5 ഭാവാധിപത്യം വഹിച്ചിട്ടുള്ള വ്യാഴൻ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. മീനൻ രാശിയിൽ രാഹു. അതുപോലെ തന്നെ നമ്മൾ കർമ്മമേഖല, കർമ്മമണ്ഡലത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. കർമ്മമേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 7-ാം ഭാവാധിപത്യം, ഗമനാഗമന ഭാവാധിപത്യവും വഹിച്ചിട്ടുള്ള ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. അതാരോടുകൂടി? 4-ാം ഭാവാധിപനോടുകൂടി. അപ്പോൾ 2 കേന്ദ്രങ്ങളുടെ അധിപനായിരിക്കുന്ന ശനിയും ശുക്രനും കൂടിയാണ് ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങം സിംഹേന്ദ്രനെ പോലെ 2 കേന്ദ്രരാശി അധിപന്മാർ ചിങ്ങത്തിൽ സ്ഥിതി ചെയ്യുക. കർമ്മം സൂര്യനായിരിക്കെ ആ സൂര്യൻ സർവാവിഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥനായിരിക്കുന്ന ബുധനോടും കേതുവിനോടും കൂടി യോഗം ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും വെച്ച് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന ഒരു ജാതകമാണ് മോഡിജിയുടെ എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ 11 വർഷവും ശിഷ്ട സമയവുമാണ് അദ്ദേഹത്തിന് ശനി ദശ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ദശാനാഥനായിരിക്കുന്ന ശനിയാണ് എവിടെ വന്ന് സ്ഥിതി ചെയ്യുന്നത്? കർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ അനിഴം നക്ഷത്രത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദേവത ബൃഹസ്പതിയാണ്.
ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയാണ് അദ്ദേഹത്തിന്റെ നക്ഷത്ര ദേവതയായിട്ട് വരുന്നത്. അപ്പൊ ദേവന്മാർ പോലും പൂജിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഒരു യുക്തിവാദിയെ പോലെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു യുക്തി ഉണ്ടായിരിക്കും, ഒരു ശരി ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ ഒരു പ്രത്യേകതയുള്ളത് കന്നിമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഷഷ്ടി ദിനത്തിലാണ് രുചക യോഗത്തിൽ ജനിച്ചിരിക്കുന്നത്. ഷഷ്ടി ദിനം തന്നെ നമ്മൾ സാധാരണ നമ്മുടെ അമ്മമാരെല്ലാവരും സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നതും ഷഷ്ടി വ്രതം ഒക്കെ എടുക്കുന്നതുമായിരിക്കുന്ന നമ്മുടെ ഭാരതീയ സനാതന ധർമ്മത്തിലെ ഒരാചാരമാണ് ആ ശുക്ലപക്ഷത്തിലെ ഷഷ്ടി ആഘോഷിക്കുക എന്നുള്ളത്. ആ ഷഷ്ടി ദിനത്തിലാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് ആ ജന്മാന്തര സുഹൃതം ഒരുപാടുണ്ട് എന്ന് വേണം നമ്മൾ കാണിക്കാൻ. കൂടാതെ തന്നെ നമ്മൾ ആറുമുഖം എന്നെടുക്കുമ്പോൾ തന്നെ, ആറുമുഖൻ എന്ന് പറഞ്ഞാൽ തന്നെ സുബ്രഹ്മണ്യൻ, ഞങ്ങളിപ്പോ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഇപ്പോ നമ്മൾ ദേവപ്രശ്നം അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവതയൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴും നമ്മൾ ഈ രുചക യോഗം, അപ്പോ ചൊവ്വയെ കൊണ്ടാണ് ആ യോഗം വരുന്നത്. അവിടെ എല്ലാം മോഡിജിക്ക് ഒരു ഇരട്ടി മധുരമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം എല്ലാ ശാസ്ത്ര വിഷയങ്ങളിലും അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളതായിരിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറയില്ലേ കുലാചാരം, നമ്മൾ ആചാരഹീനം പുരുഷം ന ദർശേതെന്നാണ് ആചാര്യന്മാരുടെ പ്രമാണം. പക്ഷേ ഇദ്ദേഹമാകട്ടെ ഒരു നമ്മുടെ ഭാരതീയ തത്വസംഹിതയുടെ അതിന്റെ തന്നെ ഒരു പിന്തുടർച്ചയായിട്ട്, നമ്മൾ സാധാരണ ദശാവതാരങ്ങളിലെല്ലാം നമ്മൾ ഈ കലിയുഗത്തിൽ ഖഡ്ഗിയാണ് അവതരിച്ചിരിക്കുന്നതെന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോ ഭാരതത്തിന്റെ മാത്രമായിട്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ മൺമറഞ്ഞു പോയ പല സനാതന ധർമ്മങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന ഒരു അവതാരമായിട്ടും ഒക്കെ നമുക്ക് ഇദ്ദേഹത്തെ കാണാം. അതുപോലെ തന്നെ ജനനം ശനിദശയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു താഴെക്കിടയിൽ നിന്നായിരിക്കും അദ്ദേഹം ജനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട്, അതായത് അദ്ദേഹത്തിന് ജോലി ചെയ്യുവാൻ യാതൊരു മടിയുമില്ലെന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് പ്രയത്നിച്ചാണ് അദ്ദേഹം ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇനി ഈ രുചക യോഗമാണെങ്കിൽ 2021 ഈ യോഗം തുടങ്ങിയിരിക്കുന്നത്. 2028 നവംബർ 30 വരെയുണ്ട്. അപ്പൊ 2021 നവംബർ 30 രുചക യോഗം തുടങ്ങിയത്. 7 വർഷമാണ് ഈ യോഗം. അത് 2028 നവംബർ 30 വരെ ആണ് ഈ യോഗമുള്ളത്. അതിനുള്ളിൽ അദ്ദേഹം 2021 മുതൽ ഇതുവരെ നേടാനുള്ളതായിരിക്കുന്ന എല്ലാം അദ്ദേഹം നേടിയിരിക്കും. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കുന്ന പിന്തുടർച്ചയിലുള്ള, അദ്ദേഹത്തിന് ഇപ്പൊ മക്കളോ മരുമക്കളോ ഒന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഭാരതീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിശ്വസ്തരായിരിക്കുന്ന പിൻഗാമികൾ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഭാരതത്തെ വീണ്ടും രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു നിലയിലേക്ക് കൂടി ഈ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നമ്മുടെ മോഡിജി അത് നയിക്കുമെന്നുള്ളതിന് ഏറ്റവും ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ജാതകം. ഞാൻ 2020 ഇദ്ദേഹത്തിന്റെ ജാതകം ഞാൻ വിശകലനം ചെയ്ത് എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇത്രയും, കാരണം ഇപ്പൊ അതിനുശേഷം വീണ്ടും 5 വർഷം ഞാൻ അദ്ദേഹത്തെ കണ്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ പോലും ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ഒന്നും ലഭിക്കില്ല എന്ന് കരുതിയിട്ട് ഏറ്റവും പ്രധാനന്മാരായിരിക്കുന്ന 3, നമ്മൾ പറയില്ലേ സിംഹക്കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ, നല്ല ശക്തിശാലികളായിരിക്കുന്ന ജനങ്ങളെ. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ അസംബ്ലിയിലേക്ക് 3 സിംഹക്കുട്ടികൾ പോലും വന്നു. ഇതും ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഭാഗ്യമായിട്ട് വേണം നമുക്ക് കാണാൻ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇപ്പോ കേരള രാഷ്ട്രീയം വേറൊരു വഴിത്തിരിവിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഞാൻ ഈ ജാതകം ഞാൻ ഇടാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. മോദിജി എപ്പോഴും ശാന്തപ്രകൃതനായി കാണുന്നു, അതിനെന്താണ് കാരണം? അതിന് അതിന് നമ്മൾ ഈ കർമ്മഭാവം മാത്രം ചിന്തിച്ചാൽ മതിയില്ലേ? കർമാധിപൻ സൂര്യനല്ലേ?
കർമാധിപൻ സൂര്യനായിരിക്കുമ്പോൾ തന്നെ ആത്മീയ ജ്ഞാനം ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ കപില മഹർഷിയുടെ പഞ്ചീകരണ പ്രക്രിയ, അതുപോലെ തന്നെ യോഗശാസ്ത്രം. ഇപ്പോ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തിയറി പേപ്പറിൽ ഞങ്ങൾക്ക് യോഗശാസ്ത്രം പഠിക്കാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ അധ്യാപകര് പ്രൊഫസർമാര് പഠിപ്പിച്ചിരിക്കുന്നത് ചിത്തവൃത്തി നിരോധ യോഗ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ ഏകാദശ ഇന്ദ്രിയങ്ങൾ, 11 ഇന്ദ്രിയങ്ങളുടെ ഒരു സന്നിവേശമാണ് നമ്മളുടെ ശാന്തത. അത് ഏതെങ്കിലും ഭാവങ്ങള് കൂടിയും കുറഞ്ഞു വരുന്നാൽ ചിലരൊക്കെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ശാന്തനായിരിക്കണം. കാരണം മോഡിജിയുടെ ഒരു പ്രത്യേകത ഉള്ളത്, ഭഗവാൻ കൃഷ്ണനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭാരതം മുഴുവനും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൃഷ്ണ അവനെ ചിന്തിക്കുന്ന ഏത് ഗ്രന്ഥങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാലും അതിലൊരിക്കലും നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു ഭാവമായിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മോഡിജിയെയും. കാരണം നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ കൂവുകയാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും, ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയിരിക്കും. പക്ഷെ അവിടെ തോൽക്കുന്നത് നമ്മളാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് യോഗശാസ്ത്രത്തിന്റെ പ്രത്യേകത. കാരണം ഇദ്ദേഹം ഈ 2028 ശേഷം ഇദ്ദേഹം ലോകം മുഴുവനും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ യോഗശാസ്ത്രവും അതുപോലെ തന്നെ ആധ്യാത്മികമായിരിക്കുന്ന വിദ്യകളും ഭാരതത്തിന്റെ തത്വസംഹിതകളും എല്ലാം പ്രചരിക്കാനുള്ളതായിരിക്കുന്ന യോഗമുണ്ട്. അത് യോഗശാസ്ത്രം അഭ്യസിച്ചതിന്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം ശാന്തനായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. 2032 സെപ്റ്റംബർ 14 ഭാരതത്തിലുള്ളതായിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു ഏകീകൃതമായിരിക്കുന്ന എന്ന് വെച്ചാൽ ഇത് മുഴുവനും ഇന്നത്തെ ലെവലിൽ അതൊരു കൈക്കുമ്പിളിൽ വരുവാനുള്ളതായിരിക്കുന്ന ഒരു യോഗം കൂടി നമുക്ക് കാണുന്നുണ്ട്. അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയുന്ന അത്രയ്ക്കൊന്നും മോഡിജിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു 2032 വരെ ഞാൻ വിട്ടുതരുന്നു. അതിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും. അതും കൂടി എനിക്ക് മാഷിനോട് ഇപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് യുക്തിപൂർവം ചിന്തിക്കാം. നിങ്ങൾക്ക് പല സംശയങ്ങളും ഒക്കെ വരാം. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൂടി ഇതിനോടൊപ്പം ഞങ്ങൾ ആഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ജ്യോതിഷം നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ അതിന് മറുപടിയും നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.